ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ്. അപ്പം ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു വ്ളോഗാട്ടോ. ഒരു അൺബോക്സിങ് വീഡിയോ. നിങ്ങൾക്ക് ടൈറ്റിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ മീഷോന്ന് കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങൾക്കും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ വീഡിയോന് കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അൺബോക്സിങ് വീഡിയോയിലോട്ട് പോവാം. അപ്പം 3 പ്രൊഡക്റ്റാണ് മീഷോന്ന് എനിക്ക് വന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്തോ. നമുക്കിത് ഏതെടുക്കും? ഫസ്റ്റ് ഇതെടുത്തോക്കാം അല്ലേ? ഇതെല്ലാം സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇതാട്ടോ ഉള്ളത്. നമ്മൾ എന്താ പറയുക, അരിയൊക്കെ ഊറ്റിയൊക്കെ എടുക്കൂലേ? അരി ഈ ഭാഗത്തുനിന്ന് കഴിയുക, ഈ ഭാഗത്തുനിന്ന് ഊറ്റിയെടുക്കുക, ഓട്ടുള്ള ഭാഗം കണ്ടില്ലേ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ്. അതിലൊരു സ്ലിപ്പൊക്കെ ഉണ്ട് കേട്ടോ. താങ്ക് യു ഫോർ ഷോപ്പിംഗ്, പ്ലീസ് റേറ്റ് യുവർ 5 സ്റ്റാർ. അപ്പം ഇതാണ് അതിൻ്റെ കൂടെ ഒരു ചെറിയ ഷോർട്ട്സൊക്കെ ഉണ്ട്. യൂസ് 5 സ്റ്റാറൊക്കെ കൊടുക്കുന്നത്. അപ്പം നമുക്കിത് യൂസ് ചെയ്ത് നോക്കാം. 5 സ്റ്റാർ ആണോ, 3 സ്റ്റാർ ആണോ, 4 സ്റ്റാർ ആണോ. അപ്പം എനിക്ക് തോന്നുന്നു ഐ തിങ്ക് നല്ലതായിരിക്കും. ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അപ്പം ഇതിന് ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ പിന്നെ എനിക്കൊന്ന് വന്നതാണിത്. ഇതെനിക്കൊന്ന് ജസ്റ്റ് ചോപ്പറില്ലേ, നമ്മൾ ഉള്ളിയൊക്കെ ചോപ്പർ ചെയ്യുന്നത് അതുപോലത്തെ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്കിത് അറിയില്ല എന്താണെന്നുള്ളത്. അപ്പം ഇതെന്താണെന്ന് അറിയുന്നവരെ ജസ്റ്റ് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. സോറി കേട്ടോ, ഇത് സംഭവം നമ്മൾ എന്താ പറയുക, നമ്മൾ ചോക്ലേറ്റ് അത് ഗ്രേറ്റ് ചെയ്യില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ് തോന്നുന്നു. നമ്മൾ ചോക്ലേറ്റ് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട്, ഇത് ജസ്റ്റ് ഇങ്ങനെ ചോക്ലേറ്റോ എന്തായാലും ഇത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് നമ്മളിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കലാന്ന് തോന്നുന്നു. ഇവിടെ നല്ല ബ്ലേഡ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു സംശയം. അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. ഇത് വന്നിട്ടൊരു സെൽഫി സ്റ്റിക്ക് കേട്ടോ. സെൽഫി സ്റ്റിക്ക് RS1 പറഞ്ഞിട്ടൊരു സംഭവമാട്ടോ ഇത്. ഈ ഒരു ഫോട്ടോയിൽ കാണുന്നില്ലേ, അതുപോലെ കേട്ടോ. ഇത് പിന്നെ ഏറ്റവും ഉപകാരമുള്ളതാട്ടോ. നമുക്കിപ്പം നമ്മളിപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ജസ്റ്റ് സെൽഫി സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മളെവിടെയെങ്കിലും സ്റ്റാൻഡ് പോലെ വെച്ചിട്ട് നമുക്ക് ഫാമിലി ഫോട്ടോ എടുക്കാൻ പറ്റും. നമ്മൾ ആരോടെങ്കിലും ചോദിക്കേണ്ടേ, പൊതുവേ ചിലവർക്ക് ചോദിക്കാനൊക്കെ ഒരു ചമ്മലുണ്ടാവും. അപ്പോൾ ഈ ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. മനസ്സിലായി. അപ്പം ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ, ഇത് പ്രൊഡക്റ്റ് സൈസ് 1.85 x 4x എന്നാണ്. പിന്നെ ലോങ്ങസ്റ്റ് സൈസ് 1760 ആണ്. പിന്നെ ഡെസ്ക് ടോപ്പ് സ്റ്റാറ്റസ്, മൊബൈൽ ഫോൺ ക്ലാമ്പ് ഡിസ്റ്റൻസ്, പ്രൊഡക്റ്റ് മെറ്റീരിയൽ, ഫോട്ടോ മോഡ്, ഹോറോമസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ട് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്കിതൊന്ന് നോക്കി നോക്കാം എന്താണെന്നൊക്കെ. ഇതിൻ്റെ കൂടെ ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ കടലാസും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ജസ്റ്റ് ഒരു ചാർജിങ് പോലെ ഒരു സംഭവം കൊടുത്തു. അപ്പം നമുക്ക് നോക്കി നോക്കാം. വാവ്, ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. നമുക്ക് ഇവിടെയാണ് നമ്മൾ ഫോൺ ഫിറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ബ്ലൂടൂത്ത് വഴി ഇത് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ ക്യാമറൻ്റെ ഇതാണിത്. ഇത് നമുക്ക് ബ്ലൂടൂത്ത് വഴിയിട്ട് എത്രയോ ഡിസ്റ്റൻസ്, ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എത്രയോ ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക്
ഫോട്ടോവും വീഡിയോസൊക്കെ വേണേൽ എടുക്കാം. അപ്പോൾ എനിക്കൊന്ന് യൂട്യൂബ് വ്ളോഗേഴ്സിനൊക്കെ ഏറ്റവും നല്ലതായിരിക്കും, തംബ്നെയിൽ തയ്യാറാക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഏറ്റവും നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇത് ചെറിയൊരു നമുക്കിവിടുന്ന് എടുക്കാം, ചെറിയൊരു സംഭവമാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസും ഇതൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമ്മൾ വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ സ്റ്റാൻഡ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ സ്റ്റാൻഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നുണ്ട് യൂസ് ചെയ്തിട്ട്. അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ വാങ്ങിയ സാധനങ്ങളാണ് നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മൾ സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് സെൽഫിയും വീഡിയോസും എല്ലാം നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും, വ്ളോഗേഴ്സിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചാർജ് ചെയ്യുന്ന പിന്നുണ്ട്. ഇത് അവിടെ ഒരു സ്വിച്ച് ഉണ്ട്, നിങ്ങൾ കാണണമെന്നറിയില്ല, അത് വെക്കാം. പിന്നെ നമുക്ക് ക്യാമറ വേണമെങ്കിൽ ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പം ഞാൻ കാണിച്ചുതരാം. അത് ഇവിടെ സൈഡിലുണ്ടായതാണ്. ഇതാണ് സംഭവം. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടും നമുക്ക് വീഡിയോസും വേണമെങ്കിൽ നമുക്ക് ലോങ് സൈഡിൽ നിന്ന് എടുക്കാം. അപ്പം ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ലിങ്ക് എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൽ കൂടെ നിങ്ങൾക്ക് ലിങ്ക് തരുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഈ 3 പ്രൊഡക്റ്റും കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ട് യൂട്യൂബിൽ, അപ്പോൾ ജസ്റ്റ് അത് പോയാൽ അതിൻ്റെ അടിയിലും നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ എന്ത് സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര. ബൈ.